അമേരിക്ക എന്ന ലോക പോലീസിന്റെ നാശമാണ് ഇപ്പോൾ ലോകത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഗാസയിൽ യുദ്ധം തുടരുന്ന ഇസ്രായേലിന് ആയുധങ്ങൾ നൽകിക്കൊണ്ട് സഹായിക്കാനെത്തിയ ട്രംപിന്റെ നടപടികൾ അമേരിക്ക എന്ന രാജ്യത്തിന്റെ പവർ എത്രയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണെന്നും പറയുവാൻ കഴിയും. എന്നാൽ അതേ പവറോടെ ട്രംപ് ഇറാനിലേക്കും തിരിഞ്ഞതോടെ കാര്യങ്ങൾ മുഴുവൻ മാറി മറിയുകയാണിപ്പോൾ. അവിടെയും അമേരിക്കയ്ക്ക് നല്ല പണി കിട്ടിയിരിക്കുകയാണെന്നും പറയാം. റഷ്യയുമായി ഒരു തരത്തിൽ അടുപ്പം സൃഷ്ടിച്ചു വന്ന ട്രംപ് ഇറാനിലേക്ക് തിരിയുകയാണ്. അവിടെയും ശരിക്കും പാടുകയാണ് ട്രംപിന്റെ പദ്ധതികളെല്ലാം. ഇറാനെ തൊട്ടാൽ വിവരമറിയുമെന്ന് റഷ്യയും അമേരിക്കയ്ക്ക് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതോടെ ട്രംപിന്റെ പദ്ധതികളെല്ലാം തന്നെ മാറി മറിയുകയാണ്. തുടർന്ന് ചൈനയും ഉത്തര കൊറിയയും ഒക്കെ രംഗത്തിറങ്ങിയതും അമേരിക്കയ്ക്ക് ശക്തമായ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. കനത്ത വെല്ലുവിളികളായിരുന്നു റോമിൽ നടക്കുന്ന ചർച്ചകൾക്ക് മുന്നോടിയായി ട്രംപ് ഇറാന് നേരെ ഉന്നയിച്ചിരുന്നത്. എന്നാൽ അവയെല്ലാം വെല്ലുവിളിയിൽ മാത്രം ഒതുങ്ങുമെന്നത് നിലനിൽക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതിന് പിന്നിലെ പ്രധാന കാരണം ഇറാന്റെ കൈവശമുള്ള പുറത്തെടുക്കാത്ത ആയുധ ശേഖരങ്ങൾ തന്നെയാണ്. പരമ്പരാഗത ആയുധങ്ങളുമായി പലതും തരംതിരിച്ചിട്ടുണ്ട്. അവയുടെ കഴിവുകളെല്ലാം അസാധാരണമാണ് ശരിക്കും. തങ്ങളുടെ ആയുധപ്പുരയിൽ കൃത്രിമ ബുദ്ധിയുടെ സഹായത്തോടെ ആഭ്യന്തരമായി വികസിപ്പിച്ചെടുത്ത അതീവ രഹസ്യ ആയുധങ്ങൾ ഉണ്ടെന്ന് ഇറാനിയൻ ആർമിയുടെ ഗ്രൗണ്ട് ഫോഴ്സിന്റെ കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ ക്യൂമർസ് ഹൈദാരി വെളിപ്പെടുത്തുകയുണ്ടായി. ഇത് ഏത് ഭീഷണിയെയും നിർണായകമായി നേരിടാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് പൂർണ്ണമായും സജ്ജമാണെന്ന് തെളിയിക്കുന്നതാണെന്നും അദ്ദേഹം ശക്തമായി തന്നെ പറഞ്ഞു. തങ്ങളുടെ കൈവശം വളരെ ന്യൂനതമായ ആയുധങ്ങളാണ് നിലനിൽക്കുന്നത്. അവയിൽ ചിലത് രഹസ്യമോ അതീവ രഹസ്യമോ ആയിട്ടാണ് നിലനിൽക്കുന്നത്. കൃത്രിമ ബുദ്ധി ഉപയോഗിക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളാണ് ഇവയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരമ്പരാഗത ആയുധങ്ങളായി പലതും തരംതിരിച്ചിട്ടുണ്ട്. എന്നാൽ അവയുടെ കഴിവുകളെല്ലാം അസാധാരണമാണെന്നാണ് ബ്രിഗേഡിയർ ജനറൽ തുറന്നു പറയുന്നത്. ഇറാനിലെ അൽ അലം വാർത്താ ശൃംഖലയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കമാൻഡർ ഇതെല്ലാം വെളിപ്പെടുത്തിയത്. തന്ത്രപരമായ ആശങ്കകൾ കാരണം ഈ സംവിധാനങ്ങൾ പരസ്യമായി വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അതുപോലെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. 1980-88 കാലഘട്ടത്തിൽ ഇറാനെതിരെ യുദ്ധം നടത്തിയതിനു പിന്നാലെ പരമ്പരാഗത ഘടനയിൽ നിന്ന് ഇറാൻ ആധുനികവും ചലനാത്മകവുമായ പുരോഗതി കൈവരിച്ച ഒരു സേനയിലേക്ക് മാറിയിരുന്നു. പിന്നീട് കരസേനയ്ക്കുള്ളിൽ പ്രധാന പരിവർത്തനങ്ങൾ നടന്നതും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. ഇന്ന് നമ്മുടെ ഗ്രൗണ്ട് യൂണിറ്റുകൾക്ക് വേഗത്തിലുള്ള ചലനം, അതുപോലെ പൂർണ്ണ ആക്രമണശേഷി, വേഗത്തിലുള്ള ഇടപെടൽ എന്നിവയ്ക്കുള്ള കഴിവുണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. ആഗോളതലത്തിൽ ഏറ്റവും ന്യൂനതമായ ആയുധങ്ങളും സംവിധാനങ്ങളും നമ്മുടെ കരസേന ഉപയോഗിച്ചിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ അതിർത്തിക്കുടനീളമുള്ള സമഗ്രമായ സാഹചര്യ അവബോധവും സുരക്ഷാ കവറേജും കരസേന സാധ്യമാക്കുന്നുണ്ടെന്നും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെടുകയും ചെയ്തു. മാത്രമല്ല, സുരക്ഷാ കവറേജ് ഉറപ്പാക്കുന്നതിനായി വിവിധ അതിർത്തി പ്രദേശങ്ങളിലായി 100 ഡിവിഷനുകളെ തന്ത്രപരമായി സ്ഥാനപ്പെടുത്തിയിട്ടുണ്ടെന്നും കമാൻഡർ വിശദീകരിക്കുകയുണ്ടായി. എന്നാൽ സൈനിക വിന്യാസം എല്ലാ ഭീഷണികളും ഇല്ലാതാക്കി എന്നല്ല അർത്ഥമാക്കുന്നതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നേരെ മറിച്ച് അതിർത്തികളിൽ ശാശ്വത സുരക്ഷയും പ്രതിരോധ സാന്നിധ്യവും സ്ഥാപിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എല്ലാ വർഷവും മാർച്ചിൽ ആരംഭിക്കുന്ന സൈനിക അഭ്യാസങ്ങൾ കരസേന രാജ്യത്തിന്റെ കിഴക്കൻ പടിഞ്ഞാറൻ തീരദേശ മേഖലകളിലായി നടത്തിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലുള്ള ഭീഷണികളുടെ ഭാവിയിലെ അപകട സാധ്യതയെക്കുറിച്ചുള്ള സേനയുടെ വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ അതിന്റെ സാങ്കേതികവും പ്രവർത്തനപരവുമായ സന്നദ്ധത നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞുവെന്നും ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി. ഏതെങ്കിലും ഭീഷണി ഉണ്ടായാൽ ശത്രുവിനെ അതിജീവിക്കാൻ തങ്ങൾ അവസരം നൽകില്ലെന്നും ഏറ്റവും വലിയ പ്രതികാര നടപടികളാണ് നടപ്പിലാക്കുക എന്നുള്ള മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ട്. നിലവിലെ യുദ്ധഭീഷണികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സൈബർ ഭീഷണികളെ നേരിടാൻ ഗ്രൗണ്ട് ഫോഴ്സ് പ്രത്യേക ഡിവിഷനുകൾ സ്ഥാപിച്ചു. മാത്രമല്ല, അതിന്റെ സൈബർ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ പരാമർശിക്കുകയുണ്ടായി. ഞങ്ങളുടെ സൈബർ യൂണിറ്റുകൾ ഇപ്പോൾ ഏറ്റവും ഉയർന്ന സാങ്കേതിക വൈദഗ്ധ്യത്തോടെയും കഴിവുകളോടെയും പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. കര, കടൽ, വ്യോമ മേഖലകൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും സൈന്യത്തിനും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സിനും ഇടയിൽ ശക്തമായ ഐക്യവും പരസ്പര ശക്തിപ്പെടുത്തലും ഉണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇറാനിൽ നിന്നും ഇടയ്ക്കിടെ പുറത്തു വരുന്ന ഇത്തരം വെളിപ്പെടുത്തലെല്ലാം ശത്രുക്കൾക്കുള്ള, പ്രത്യേകിച്ച് അമേരിക്കയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. അതിനാൽ ഒരു കരാർ എന്നത് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയ്ക്ക് ഏറ്റവും നല്ലതും. മാത്രമല്ല, ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി അമേരിക്കയ്ക്ക് തന്നെ അറിയാമെന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്.